മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കാൻ. അത്രയേ ഉള്ളൂ. എന്തായാലും ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. പക്ഷെ ആ മരിക്കുമ്പോ ആ അസ്റായിൽ നമ്മളെ കാണാൻ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നീ രക്ഷപ്പെട്ടു, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഈ പറയുന്ന കാര്യം ചെയ്യാതെയാണ് നീ മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ്, അസ്റായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്താണോ ചെയ്യാനുള്ളത് ആ ചെയ്യാനുള്ള നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ, ഇരിക്കല്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ, ഇരിക്കല്ലേ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് മരിച്ച എവിടെ പോകാം, എവിടെ പോകാം? സ്വർഗത്തിൽ പോകാം. അല്ലാതെ വെറും കയ്യോടെയാണ് പോകുന്നതെങ്കിൽ പണ്ട് ആരോ ചന്തയ്ക്ക് പോയതുപോലെ ആയി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മരണം കടന്നു വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാനല്ല പറയുന്നത്, അല്ലാഹുവാ പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ കടലിൽ കടന്നാണോ, കരയിൽ കടന്നാണോ, ആകാശത്ത് വെച്ചാണോ, പടച്ചവനെ വീടിനകത്താണോ, വാഹനത്തിലാണോ, നടുറോഡിലാണോ, ഹോസ്പിറ്റലിലാണോ, വെന്റിലേറ്ററിലാണോ, എവിടെ കിടന്നാണ് നീ മരിക്കുന്നതെന്നറിയില്ല. പക്ഷേ നീ എവിടെ കിടന്നു മരിച്ചാലും മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞിട്ടേ നീ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. നീ എവിടെ കിടന്നു മരിച്ചാലും നിന്റെ ആ അവസാനത്തെ വാക്ക്, നിന്റെ നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ അവസാനമായി പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞ് മുസ്ലിമായിട്ടേ നീ മരിക്കാവൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം, നീ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ആമീൻ വേണമെങ്കിൽ പറയാനൊക്കെ അറിയാം അല്ലേ? വേണമെന്ന് വെച്ച ശബ്ദമൊക്കെ ഉയർത്തി പറയാനറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം മരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ട് മരിക്കണം? എന്ത് പറഞ്ഞിട്ട് മരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചിലരൊക്കെ ചിരിക്കുന്നു, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ ഈ ദിക്ർ പറയും. ഉസ്താദ്, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും, എടാ മുതുകുടിക്കാൻ അറിയത്തില്ല ഈ ദിക്ർ? മുസ്ലിമാണെന്ന് പറഞ്ഞു കിടക്കണ ഏത് ചങ്ങാതിക്കും അറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. ഇത് പറയാനാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. ഇവിടെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയുക,
അതത്ര എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത്. താടിയും തഴമ്പൊക്കെ ഉണ്ട്, ഉസ്താദ് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, വഅദ് പറയുന്നുണ്ട്, ഇമാമാണ്, പള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട്, ഞാൻ വലിയ വലിയ ആളാണ്, എനിക്കിത് പറ്റുമെന്ന് പറഞ്ഞു ഉറപ്പിച്ചങ്ങ് നെളിഞ്ഞടക്കാം. നമ്മളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? അതിന്റെ അർത്ഥം പോലും നമ്മളിൽ പലർക്കും അറിയില്ല. അതിന്റെ മഹത്വമോ അതിന്റെ സ്ഥാനമോ നമുക്കറിയില്ല. ഇപ്പൊ ഒരു വീട്ടിൽ മരണപ്പെട്ടു, 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ആരാ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന ഒരു ത്രാസ് ഉണ്ട്, മീസാൻ എന്ന് പറയുന്ന ത്രാസ്. ഈ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, അതിന്റെ വലുപ്പം എത്രയാണെന്നറിയോ? ഈ നന്മ തിന്മ തൂക്കുന്ന ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം നിങ്ങൾക്ക് ആർക്കും അറിയോ? നബിതങ്ങൾ പറയുകയാ, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ വെച്ച് തൂക്കാൻ പറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആകാശവും ഭൂമിയും വരെ ആ ത്രാസിനകത്ത് വെച്ച് തൂക്കാൻ പറ്റും. അത്രയും വലുപ്പമുള്ള ഒരു ത്രാസാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ്. അപ്പൊ നബിതങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്തിരുന്ന് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത് നബിയേ? ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കാനാ? ഇവിടെ ഈ കാണുന്ന കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കോരിയെടുക്കുന്നത് പോലെ അത്രയും വലുപ്പമുള്ള ഈ ത്രാസ് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കും? അപ്പോഴാണ് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തത്, ആ ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറയിപ്പിച്ചു തരട്ടെ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ബലായ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഒന്ന് പറഞ്ഞുതാ നബിയേ. അപ്പോഴാണ് നബി തങ്ങളെ പറഞ്ഞു കൊടുത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്ർ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, വാപ്പാ താടിയും തഴമ്പുമുള്ള ജുബ്ബയും തൊപ്പിയും ഇട്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഫർദയും ധരിച്ച് വാഴ കേൾക്കാൻ വരുമ്പോ കയ്യിലെ തസ്ബീഹ് പിടിച്ചിട്ട് ഇപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മ, അത് പറഞ്ഞു മരിക്കൽ എളുപ്പമല്ല, അത് പറഞ്ഞു മരിക്കൽ എളുപ്പമല്ല, അത് പറഞ്ഞിട്ട് മരിക്കൽ എളുപ്പമല്ല. ഉറപ്പിക്കല്ലേ വാപ്പാ, ഉറപ്പിക്കല്ലേ ചെറുപ്പക്കാരാ. മോനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ട് പരിശുദ്ധമായ കഅബാലയം പണിയുകയാണ്. ഒരു പള്ളി കെട്ടുന്നതിന്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ പണി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് എന്താണ് ദുആ ചെയ്തതെന്നറിയുവോ? സ്വർഗ്ഗം തരണേ എന്നല്ല, അല്ലാഹുവിനോട് ഇബ്രാഹിം നബി പറയുന്നു, അല്ലാഹ് നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പണിതിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി രണ്ടാമത് പടച്ചവനോട് പറയുകയാ, അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു, ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ഇബ്രാഹിം നബിയും പടച്ചവനോട് ദുആ ചെയ്യുന്നത്, മുസ്ലിമാക്കി മരിപ്പിക്കണേ
പടച്ചവന്. ഇബ്രാഹിം നബിയുടെ ആഗ്രഹമായിരുന്നു, ഇബ്രാഹിം നബിയുടെ ദുആയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം കിടക്കുമ്പോ യൂസുഫ് നബി അള്ളാനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? കൂടപ്പിറപ്പുകളെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി കൊല്ലുന്നതിന് വേണ്ടി വലിച്ചെറിഞ്ഞ യൂസുഫ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവസാനം പടച്ചവനെ കൊണ്ടുവന്നിട്ട് കമ്പോളത്തിൽ കൊണ്ടുവന്ന അടിമയെ പോലെ വിൽക്കുകയാണ്. അവിടെ നിന്ന് അവസാനം സുലൈഖയുടെ കൊട്ടാരത്തിൽ പോയി, അവിടെ നിന്ന് ജയിലറയ്ക്കകത്ത് പോയി. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ആ ഈജിപ്തിന്റെ രാജാധികാരം അല്ലാഹു കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകൻ അല്ലാഹുവോട് ചോദിച്ചത് എന്തെന്നറിയുമോ? റബ്ബി ഖദ ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിന തഅവീലിൽ ഹദീസ്. അല്ലാഹുവോട് പറയുന്ന പടച്ചവനെ, നീ എനിക്ക് സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു തന്നോ, എനിക്ക് അധികാരം തന്നോ. യൂസുഫിന് വേണ്ടത് അധികാരമല്ല, യൂസുഫിന് വേണ്ടത് സ്വപ്നവ്യാഖ്യാനമല്ല. യൂസുഫിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്തെന്നറിയോ? തവഫനി മുസ്ലിമാ, മരിക്കുമ്പോ മുസ്ലിമായി മരിക്കണം തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്തത് എന്തെന്നറിയുമോ? വവസാ ബിഹാ ഇബ്രാഹിം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ. പ്രവാചകന്മാര് മക്കളോട് ചെയ്ത വസിയത്താണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഈ അല്ലാഹു അനുഗ്രഹം ചെയ്ത ഒരുപാട് നിഅമത്ത് ചെയ്ത ഈ പുണ്യഭൂമിയിലെ ജീവിക്കുന്ന പെങ്ങള്, നീ ആയിഷ ബീബി പറയുന്ന ഹദീസ് വായിച്ചു നോക്കൂ. പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ കിടന്ന് കരയുകയാണ്, സുജൂദിൽ കിടന്ന് കരയുകയാ, സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞിട്ടാണ് കരയുന്നതെന്നറിയാൻ ഉറക്കത്തിൽ നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ആ കരച്ചിലിന്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കുകയാണ്. എന്തു പറഞ്ഞിട്ടാണ് നബി തങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹ്. ആയിഷ ബീബിയുടെ കണ്ണ് നിറയുകയാണ്. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, അങ്ങയ്ക്ക് മുറപ്പില്ലേ നബിയേ, അങ്ങയ്ക്ക് മുറപ്പില്ലേ നബിയേ? മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറയാൻ പറ്റുമെന്ന് അങ്ങയ്ക്ക് മുറപ്പില്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ, നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം. എപ്പോ വേണമെങ്കിലും തിരിഞ്ഞു പോകാം ആയിഷ, അത് പടച്ച റബ്ബിന്റെ കയ്യിലാണ്. എപ്പോ വേണമെങ്കിലും അല്ലാഹു തിരിച്ചു കളയുമല്ലോ എന്ന് നബി തങ്ങൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, വാപ്പാ, ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ, ഈമാനില്ലാതെ മരിച്ചുപോയവരുടെ കഥയറിയുമല്ലോ. അതുകൊണ്ട് എപ്പോഴെപ്പോഴാണ് തിരിഞ്ഞു പോകുന്നതെന്നറിയില്ല, എന്ത് വേണമെങ്കിലും സംഭവിച്ചു പോകുമല്ലോ. അല്ലാഹുവേ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ചരിത്രം അറിയാമല്ലോ, നൂഹ് നബിയുടെ മകന്റെ ചരിത്രം അറിയാമല്ലോ, ലൂത്ത് നബിയുടെ ഭാര്യയുടെയും ചരിത്രം അറിയാമല്ലോ. അതുകൊണ്ട് സഹോദരാ, എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. എന്നാൽ
ഞാൻ എപ്പ എവിടെ വെച്ച് മരിച്ചാൽ നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എപ്പോഴാണ് മനുഷ്യന്റെ ആത്മഹത്യ ചെയ്യുന്നത്? എല്ലാരും തീരുമാനിച്ചു വെച്ചിട്ടല്ല, ആത്മഹത്യ. ഇന്നലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ചങ്ങനാശ്ശേരി തിരുവല്ലയിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രായം ചെന്ന അച്ഛനും അമ്മയും കാറിനകത്ത് രണ്ടുപേരും കാറിനകത്ത് ബെൽറ്റ് ഇട്ടിട്ടിരുന്നിട്ട് അവര് ആത്മഹത്യ ചെയ്തു. രണ്ട് ശരീരവും കത്തിക്കരിഞ്ഞു പോയിടോ. പെട്രോൾ എങ്ങാണ്ട് ഒഴിച്ചിട്ട് രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. ഒരു നിമിഷം സഹോദര, നമ്മൾ ചോദിക്കും, പഠിച്ചവൻ അയാൾ എന്തിനാ അത് ചെയ്ത്? അറിയില്ല. ഒരൊറ്റ നിമിഷം. എപ്പോഴാണ് മനുഷ്യന്റെ ഹൃദയം? അത് അള്ളാന്റെ കയ്യിലാ. ഈ തൂക്കിയിട്ടിരിക്കുന്ന പട്ടത്തിൽ കാറ്റടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്നത് പോലെ എപ്പോ വേണമെങ്കിലും നമ്മുടെ ഹൃദയം തിരിഞ്ഞു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ നമ്മളെ കാക്കുമാറാകട്ടെ. എടോ, ജമാഅത്തിന്റെ ഹജ്ജിന് പോയ ആൾ ആത്മഹത്യ ചെയ്തില്ലേ? അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്തിട്ട് വന്ന ഉമ്മയാണ് ഒരു കയറിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തത്. അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളിയിലെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തില്ലേ? അള്ളാഹുവിന്റെ പള്ളിയിലെ പ്രസിഡന്റ്. എന്തിനാ? എത്രയോ ഹാഫിളീങ്ങൾ. ഇങ്ങനെ ചരിത്രം നോക്ക്. എടോ, അതാ പറഞ്ഞത്, എപ്പോഴാ? അത് അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം തരുമാറാകട്ടെ. ഈ പറഞ്ഞ നൃത്തം താടിയും തഴമ്പും. ഉസ്താദ് ബക്കറ്റ് പിരിവിന്റെ കാര്യം തുടങ്ങി. അൽഹംദുലില്ലാ, ഇന്ന് വേറെ പിരിവൊന്നും ഇല്ലപ്പാ. ഉള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് അവസാനം മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്മാർക്ക് പോലും ഉറപ്പില്ലാത്ത കാര്യമായിരുന്നു ഈമാനുള്ള മരണം. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, എൻ്റെ പൊന്നാര സിറാജ്, ഉള്ള സമാധാനം കൂടെ നീ കളഞ്ഞല്ലോ. എടാ, മനുഷ്യ എങ്ങനെയെങ്കിലും പ്രവാചക ഇബ്രാഹിം നബിയുടെ കഥ, യൂസുഫ് നബിയുടെ കഥ, നബിതങ്ങളുടെ കഥ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? നിങ്ങൾ ബേജാറൊന്നും ആവണ്ട. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആർക്കാണ് നല്ല മരണം വേണ്ടത്? കൈപൊക്കിക്ക്. അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈപൊക്കിയോ, ഈ കൈപൊക്കിയവർക്ക് മുഴുവനും നീ നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അള്ളാഹുവെ. ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച ദിവസം മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അതുകൂടെ പറ. ആ കൈ പൊക്കാത്തവനില്ലേ? ചിലരങ്ങനെ മതകളെ ആന വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കും. ഒന്നുകൂടെ കൈ പൊക്കിക്കേ. കണ്ടാ ഇപ്പൊ പൊങ്ങിയാണ്ടാ? എന്നാ ചിലരങ്ങനെ, പാപ്പ പറഞ്ഞു മോനെ അതിങ്ങ് എടുത്തിട്ട് വാടാ. ഞാൻ പോത്തില്ല. പാപ്പയുടെ ശബ്ദം, എടാ പോയി എടുത്തിട്ട് വാടാ. ഞാൻ പോത്തില്ല. തലയ്ക്ക് ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു പോയി എടുത്തിട്ട് വാടാ. പോയി എടുത്തിട്ട് വരും. ചിലര് ഒന്ന് കൊണ്ടാലേ നേരെയാകത്തുള്ളൂ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? പൈസയുടെ ചെലവ് വല്ലതും ഉണ്ടോ? ഇല്ല. എടാ, 5 നയാ പൈസ നീ എന്തിനാ പേടിക്കണം? എന്തിനാ? നല്ല മരണം വേണോ? 5 നയാ. ഞാൻ ഇന്ന് ഉസ്താദിന്റെ കൂടെ ഖബർ സിയാറത്തിന് കേട്ടു. നോമ്പുകാരനായിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഇന്നും ആ മുഖം നിങ്ങൾ മറക്കുന്നില്ല, എനിക്കറിയാം. അത് വെറുതെ കിട്ടിയതൊന്നുമല്ല. അള്ളാഹുവിന്റെ പള്ളിയിൽ, ആ മക്കാമിലുള്ള ആ പള്ളിയല്ലേ ഖിദ്മത്ത് ചെയ്ത മനുഷ്യൻ അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. നീ എന്നും പറഞ്ഞ് നടക്കണ്ടാട്ടാ. വാപ്പായ്ക്ക് നല്ല മരണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഓൻ ചിരിച്ചോണ്ട് നടക്കുക. വാപ്പായ്ക്ക് നല്ല മരണം കിട്ടിയെങ്കിൽ വാപ്പ രക്ഷപ്പെട്ടു. നിനക്ക് വേണമെങ്കിൽ നീ വല്ലതും ചെയ്യണം. അള്ളാഹു ഓനും നല്ല മരണം കൊടുക്കുമാറാകട്ടെ. ഞാൻ അവന്റെ നെറ്റിയിൽ ഒരടയാളം കണ്ടു, ഒരു വെളുത്തും നിറം. ഞാൻ ചോദിച്ചു എന്തു പറ്റിയിടാ? അത് കടലിലെ വെള്ളത്തിനെ കുറ്റം പറയുന്ന കേട്ടവൻ. പാവ, അൽഹംദുലില്ലാഹ്. എന്നാൽ ഒരുപാട് കാലത്ത് ബന്ധമാണ്. സാധാരണ സംഘാടകർ വഴുത് കഴിഞ്ഞു പോയാ വരുന്നത് വരെ 100 വട്ടം വിളിക്കും, എവിടായി. വഴുത് കഴിഞ്ഞ് തിരിച്ചു പോയാ വീടെത്തിയോന്ന് പോലും ആരും ചോദിക്കാറില്ല. ഉസ്താദ് വീടെത്തിയോന്ന് പോലും. എന്നാലും ആ ചെറുപ്പക്കാരൻ ഇന്നും ഇൻഷാ അല്ലാഹ്, ഞാൻ ആകെ 2 ദ്വീപിലേ വന്നിട്ടുള്ളൂ. ഒന്ന് കടമത്ത് ദ്വീപ്. ഇന്നും ഞാൻ ഇവിടെ വഴുതിന് വന്നപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് വിളിച്ചു, ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ എന്നാ വരുന്നേന്ന്. പിന്നെ ആകെ വന്നിരിക്കണത് ഇവിടെ ഈ ലക്ഷദ്വീപിൽ കുറെ കൂട്ടുകാരുണ്ട്, നല്ല കൂട്ടുകാർ. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ കൂട്ടുകാരാക്കി തരുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിലും കൂട്ടുകാരാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പോൾ എൻ്റെ പെണ്ണും പിള്ളേയും മക്കളെയും കൂടെ കൊണ്ടുവരണം, വലിയ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് പെണ്ണും പിള്ള കേട്ടോണ്ടിരിക്കുന്നുണ്ടാവോള്. എൻ്റെ മോൻ എന്നോട് ചോദിക്കണം, അപ്പം എന്നെ എപ്പോഴാണ് കൊണ്ടുപോകണേന്ന്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല.
കാരണം എന്തേ? നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ അവരെ കൊണ്ടുവന്നിട്ട് കറങ്ങാനും പിടിക്കാനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ ഈ നാടൊക്കെ വന്ന് കാണണം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മഹത്വം അറിയില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മഹത്വം അറിയില്ല. അള്ളാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങൾ. ഈ നാടെന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല. എത്ര വലിയ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ഒരു വലിയ അത്ഭുതങ്ങൾ. കുൽ സീറു ഫിൽ അർള് ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബി, ഖുർആൻ പറഞ്ഞത് കാണാനല്ലേ? ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാത്തത് എന്തേ? ഈ 4 ഭാഗത്തും കടലല്ലേ? ആ കടലിൻ്റെ അടിയിൽ ആ കടലിന്റെ നടുക്ക് ഒരല്പം പോലും വെള്ളം കയറാതെ നിങ്ങൾ എങ്ങനെ കിടക്കുന്ന സഹോദര ഈ നാട്ടില്? അത് തന്നെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമല്ലേ? ഇനി എന്തെല്ലാം സുനാമി ഉണ്ടായപ്പോ വെള്ളം കയറിയപ്പോ അന്നേരം നോക്കിയേ, ഇവിടെ തെങ്ങളോളം വലുപ്പമുള്ള വെള്ളം കയറിയപ്പോ പോയി എന്തെല്ലാം സംഭവിച്ചാലും അള്ളാഹു ചെയ്ത ഒരു നിഅമത്ത് നിങ്ങൾ ചിന്തിക്ക്. എന്ത് മനോഹരമായ രീതിയിൽ അള്ളാഹുവെ ആദ്യമായിട്ടൊക്കെ വരും. എൻ്റെ കൂടെ നിഷാദ് വന്നിട്ട് ഇതെന്താ ഉസ്താദെ വെള്ളത്തിന്റെ കളർ ഇങ്ങനെ? ഇവിടെ സ്വർഗം എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ ചങ്ങാതി? അള്ളാന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേ എന്ത് മനോഹരമായ രീതിയിൽ. ഹലാൽ മാത്രമല്ലേ ഉള്ളൂ, ഹറാമൊന്നും ഇല്ലല്ലോ ഇവിടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിങ്ങളുടെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. പിന്നെ ചെറിയ കാറ്റും മഴ ഇടിയൊക്കെ നടക്കും, അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങളൊക്കെ തീയിൽ കുരുത്തവരല്ലേ. എടാ ഞങ്ങളുടെ നാട്ടുകാരനായ ഒരാൾ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞാൽ കിടക്കോ? ഒരു പേടിയാ? നിങ്ങൾക്ക് ആ പേടിയൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിങ്ങളുടെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളുടെ ആ ഈമാൻ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈ നാടിന് അള്ളാഹു ചെയ്ത സഹായങ്ങൾ, ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം വേണോ? 5 നയാ പൈസയുടെ ചെലവില്ല. നിങ്ങൾ വിചാരിക്കും ഇയാൾ പിരിക്കാൻ പോവാന്ന്. അല്ല, ഞാൻ പിരിക്കാൻ തുടങ്ങുമൊന്നുമല്ല. നിങ്ങൾക്ക് നല്ല മരണം വേണോ? 5 നയാ പൈസയുടെ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കം ഒഴിയണ്ട, ഒന്നും വേണ്ട. അള്ളാഹു പറയുന്നു, ഞാൻ തരാം നിങ്ങൾക്ക് നല്ല മരണം. അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണോ? പൈസ കൊടുക്കാതെ കിട്ടുന്നതല്ലേ വേണോ? വേണം. കഷ്ടപ്പാട് വല്ലതും ഉണ്ടോ? രാത്രി ഉറക്കം ഒഴിയണോ? ഒന്നും വേണ്ട. നിനക്ക് അലി ഉസ്താദിന് കിട്ടിയതിനേക്കാളും മനോഹരമായ മരണം നിനക്ക് വേണോ? അള്ളാഹ് പറഞ്ഞു ഞാൻ തരാം. അതൊന്നും അല്ല ചങ്ങാതി മരണം. നമ്മൾ കാണുന്നൊന്നുമല്ല മരണം. യഥാർത്ഥത്തിൽ നല്ല മരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഞാൻ തരാം. പക്ഷെ ഓസിന് കിട്ടുവോ? ഓസിന് കിട്ടുവോ? ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. എത്ര കാര്യം ചെയ്യണം? എത്ര കാര്യം ചെയ്യണം? നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നില്ലെന്നാണ് എനിക്ക് തോന്നണേ. എത്ര കാര്യം ചെയ്യണം? ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. പള്ളി കെട്ടി കൊടുക്കണോ? പള്ളി കെട്ടി കൊടുക്കണോ? വേണ്ട, വെടിക്കണ്ട. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ബോട്ട് മുതലാളിയൊക്കെ തെക്ക് വടക്ക് നടക്കുവാണല്ലോ ചങ്ങാതിയറ. ഒരു പോയി ഇരിടോ. ബോട്ടൊക്കെ കരയെ കയറ്റിയിട്ടിരിക്കുക അല്ലേ? ആ കൊള്ളാം. എന്തുവാടാ ചങ്ങാതി കൊണ്ടുപോകുന്നത്? സെമിയായോ പായസോ? വഴുതു പറയുന്ന ഉസ്താദിന് ഓട്ടവെള്ളം, വഴുതു പറയുന്ന ഉസ്താദിന് വെള്ളം. കേൾക്കാൻ വന്നവർക്ക് എന്താ? ഹോർലിക്സോ പായസം കണ്ടോ? കുടിച്ചോ. അള്ളാഹു ബർക്കത്ത് മാറാകട്ടെ. ആ പായസം ഉസ്താദ് എഴുതി തന്നിട്ടുണ്ട്. പായസം കൊടുക്കട്ടെ. കൊടുക്ക്. തൊണ്ടയിൽ കുരുങ്ങാതെ നോക്കിയോ. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ. ഇപ്പം മൈക്ക് സെറ്റ് തരാം. ഞാൻ ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ മനുഷ്യന്മാരെ. അപ്പോൾ പായസം ഒന്ന് താത്തി വെച്ചാൽ ഒരു ഫാത്തിഹ ഓദിക്ക്. ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ.
അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹു പറയുകയാ ഒരേ ഒരു കാര്യം, ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ചെയ്യോ? ഇയാളിനി വല്ല കഷ്ടപ്പാടുള്ള കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യാനല്ലേ? എന്താണ് ആദ്യം കേക്ക്, എന്താണ് ചെയ്യേണ്ടത് എന്ന് കേക്ക്. അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 2 പ്രതിഫലം തരും. ഒരു നന്മ ചെയ്ത 2 പ്രതിഫലം തരും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ചാ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? അള്ളാഹു പറയുന്ന നിസ്കരിക്കുന്നവർക്ക് 2 പ്രതിഫലം. 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു 2 പ്രതിഫലം തരും. ഒന്നാമത്തെ പ്രതിഫലം, നീ മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് കിട്ടും? എന്ത് കിട്ടും? ഉറക്കെ പറ. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ആര് തരും? ആര് തരും? എന്ത് ചെയ്താ എടോ, ഈ കവരത്തിയില്, ഈ അകത്തിയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ. ഈ ദ്വീപിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര്? നിങ്ങൾക്ക് എന്താ ഒരു വിഷമമുള്ളത് പോലെ? എടാ, നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? വൈസി. ഈ അകത്തിയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? പള്ളിയിലെ ഖത്തീബ്. വല്ല സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയമുണ്ടാ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന പള്ളിയിലെ ഉസ്താദാ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഉസ്താദിന് ഏറ്റവും നല്ല ഫുഡല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾ ഉസ്താദാ. ഉസ്താദിന് ഏറ്റവും കൂടിയ ഭക്ഷണം ഇല്ലേ? ഇറച്ചി അല്ല, മട്ടൻ. നമ്മുടെ നാട്ടിലൊക്കെ 1000 രൂപ 1 കിലോ മട്ടന്, ഇവിടെ 400 രൂപ ഉള്ളില്ലേ? ഇവിടെ നല്ല മനോഹരമായ ഏറ്റവും നല്ല ഭക്ഷണം ഉസ്താദന്മാരാ കഴിക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ പറയണത് വേണ്ടെന്ന്, വേറെ വല്ല സാമ്പാറും ചോറും തരാൻ. ഇറച്ചിയും മീനൊക്കെ ഇല്ലേ? പൈസയോട് ഇത്ര ഇഷ്ടമുണ്ടെന്ന് ഇപ്പോഴാ അറിയണ കേട്ടാ. അൽഹംദുലില്ലാഹ്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ഉസ്താദാ. എന്തുകൊണ്ട്? നിങ്ങൾ ആര് പള്ളിയിൽ പോയില്ലെങ്കിൽ ആര് പള്ളിയിലുണ്ട്? ഉസ്താദുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജ് ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താ കിട്ടാത്ത? ഉസ്താദ് നിസ്കരിക്കുന്നവർക്ക് ഉസ്താദന്മാരുടെ പ്രത്യേകത മാത്രമൊന്നുമല്ല, അള്ളാഹു നിസ്കരിക്കണ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. അല്ല പറഞ്ഞു, നീ വിചാരിക്കണത് നീ കടലിൽ പോയാ മീൻ കിട്ടിയില്ലെങ്കിൽ അല്ല, അത് വേറെ. അള്ളാഹു പറയുന്നു, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖ്. ഞാനാടാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും മരിക്കണ കാലം വരെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, കടലിൽ മീനുണ്ടെങ്കിലും മീനില്ലെങ്കിലും, കടലിൽ മീനില്ലേ? ഉണ്ടോ? കടലിലല്ലേ മീൻ കിടക്കണേ. നിന്റെ ബോട്ട് പോകുമ്പോ കിട്ടാത്തത് നിന്റെ പോരായ്മ ഉണ്ടല്ലേ? എടാ, ഇപ്പം ബോട്ട് മെഷീൻ വെച്ച് ക്യാമറ വെച്ചിരിക്കുക മനുഷ്യന്മാരെ ബോട്ടിനകത്തില്ലേ. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് പോയപ്പോ മീൻ പിടിച്ച വീഡിയോ എപ്പോഴും കിടപ്പുണ്ട്. ഇന്ന് ബോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ക്യാമറയും വെച്ചിട്ടാ പോണേ. ഞാന് താനൂര്, കേരളത്തില് മലപ്പുറം താനൂര് എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോ ഞാൻ ചോദിച്ചു, ആ പോണേ എന്താ? അത് അയിലേ ഉസ്താദേ, ഇത് നെത്തോലിയ ഉസ്താദേ. ഇങ്ങനെ ക്യാമറയ്ക്കകത്ത് കാണാം ചുമന്ന നിറത്തിൽ ഇങ്ങനെ പോകുന്ന മീൻ. അള്ളാഹു കടലിൽ പോയി ജീവിക്കുന്നവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ.
എടാ നിങ്ങൾ ആര്? നിങ്ങൾ ചോദിക്കുന്നത് ഉസ്താദന്മാർക്ക് മാത്രം പ്രത്യേകമല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിസ്കരിക്കുന്നവനും കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ അള്ളാഹ് ഭക്ഷണം കൊടുക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എന്താ എനിക്ക് കിട്ടാത്ത? അതിനൊറ്റ കാരണമേ ഉള്ളൂ, നീ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ സമയത്ത് നിസ്കരിക്കുന്നില്ല. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഉസ്താദ് നീയും തമ്മിലുള്ള വ്യത്യാസം, ഉസ്താദ് 5 നേരവും ബാങ്ക് വിളിച്ച ഉടനെ ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിസ്കരിക്കും. നീയോ നിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് എപ്പോഴെങ്കിലും നിസ്കരിക്കും. അതാ വ്യത്യാസം. സമയത്ത് നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അള്ളാന്റെ ഖുർആൻ പറയുക, ആരാണോ നിസ്കരിക്കുന്നത് ആ നിസ്കരിക്കുന്നവന് മരിക്കുന്ന കാലം വരെ ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാ. മറ്റേ ചങ്ങാതിയെ പോലെ പറ്റിച്ചിട്ട് പോണ ചങ്ങാതിയല്ല. തരുമെന്ന് പറഞ്ഞാൽ അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിങ്ങളുടെയൊക്കെ ആവശ്യം എന്താ? ഉസ്താദെ ആരുടെ മുമ്പിലും കൈനീട്ടരുത്, മരിക്കുന്ന കാലം വരെ ഭക്ഷണം കഴിക്കണം. അതിന് നീ തലകുത്തി ഒന്നും നിൽക്കണ്ട, 5 നേരം നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ ആഗ്രഹം എന്താ? ഈ ലോകത്ത് നിന്ന് പോകുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണം. അതല്ലേ അടുത്ത ആഗ്രഹം. അള്ളാഹു പറയുകയാ, വൽആഖിബത്തു ലിത്തഖ്വ, ഞാൻ തരാം നിനക്ക് നല്ല മരണം. നീ നിസ്കരിക്കുമോ? നീ 5 നേരം നിസ്കരിക്കുമോ? നിനക്ക് ഞാൻ തരാം നല്ല മരണം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏ ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ എന്തേ നിനക്ക് ഇത്ര മടിയെന്തേ മോനെ? അൽഹംദുലില്ലാഹ്, ഒരുപാട് പള്ളികളുണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെയാണല്ലോ. അല്ലാഹുവേ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമസ്കരിക്കാൻ മടി കാണിക്കുന്നതെന്തേ ചെറുപ്പക്കാരാ? പെങ്ങള് എന്തിനാ പൊന്നുമോള് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് സഹോദരങ്ങളോട് വെറുതെ വഴിയോരത്തിരിക്കുമല്ലോ? അതാ പടച്ചവനെ കടലിന്റെ ചാരത്ത് പോയിരിക്കുകയാണ്. പടച്ചറപ്പേ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ നമസ്കരിക്കാൻ മനസ്സില്ലാതെ നടക്കുന്നവരോട്, ആ നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിനക്ക് അല്ലാഹു മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം തരികയാണ്, ഈമാനുള്ള മരണം തരികയാണ്. ഇതിനെക്കാളും നിനക്ക് എന്തേ വേണ്ടത്? ഇതിനെക്കാളും ഇനി എന്താണ് നിനക്ക് വേണ്ടത്? ചെറുപ്പക്കാരാ, നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു നല്ല മരണം തരാമെന്ന്. നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ പെങ്ങള്? ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഒരു നല്ല മരണമെന്ന് പറഞ്ഞാൽ ഒരു സാമ്പിള് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ് ഹുബൈബ്. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഹുബൈബ്, അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചിരുന്ന ഹുബൈബ്. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം ശത്രുക്കളുടെ കയ്യിൽ കിട്ടുകയാ. ഹുബൈബിനെ ശത്രുക്കളെ പിടിക്കുകയാ, ഹുബൈബിനെ ശത്രുക്കളെ പിടിക്കുകയാ. അവിടെ നിന്ന് ഹുബൈബിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പടച്ചവനെ ഹുബൈബിനോട് പറഞ്ഞു, ഹുബൈബേ, മതം മാറണം ഹുബൈബേ, പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു പാടാ ഹുബൈബേ, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങളെ കൊന്നുകളയുമടാ ഹുബൈബേ. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ശത്രുക്കളെ മുഴുവനും പറയുമ്പോ ഹുബൈബ് പറഞ്ഞ മറുപടി, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. അവര് പറഞ്ഞു, ഹുബൈബേ, നീ കാണിക്കുന്ന പെണ്ണിനെ നിനക്ക് കൂടെ കിടത്താ. നീ ഏത് പെണ്ണിനെയാണോ കാണിക്കുന്നത് അവള് നിനക്ക് തരാമടാ ഹുബൈബ്, അധികാരം തരാമടാ ഹുബൈബ്, സമ്പത്ത് തരാ
വരാമടാ ഹുബൈബ്, മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വാടാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ച റബ്ബേ, അങ്ങനെ നേതാക്കന്മാർ തീരുമാനമെടുക്കുകയാ. ഒരാളും മതം മാറരുത്, ഇനി ഒരാളും മതം മാറരുത്. ഈ ഹുബൈബിനെ തൂക്കിലേറ്റണം, പരസ്യമായി തൂക്കിക്കൊല്ലണം, എല്ലാവരും കാണുന്ന രീതിയിൽ ഇവനെ തൂക്കിക്കൊല്ലണം. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. പടച്ചവനെ, കഴുകുമരം റെഡിയാവുകയാ, കഴുകുമരം റെഡിയാവുകയാ, തൂക്കുകയറ് റെഡിയാക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബ്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? എന്തായാലും നിന്നെ കൊല്ലാൻ പോവുകയാണ്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ് ഹുബൈബ്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞാ സാധിപ്പിച്ചു തരുമോ? ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞാ സാധിപ്പിച്ചു തരുമോ? അവര് പറഞ്ഞു, എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ. കാരണം അവര് വിചാരിച്ചു ഹുബൈബ് പടച്ചവനെ ജീവനോടെ വിടണമെന്ന് പറയുമെന്ന്. അവര് പറഞ്ഞു, എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ. അങ്ങനെ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കണം, എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ അവസാനമായിട്ടൊന്ന് സുജൂദ് ചെയ്യണം. പടച്ചവനെ, ശത്രുക്കൾ അവിടെന്ന് സമ്മതിക്കുകയാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അവിടെന്ന് വുളുവെടുക്കുകയാണ്, അവിടെന്ന് വുളുവെടുക്കുകയാണ്. പടച്ചവനെ, പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ചെറിയ സൂറത്തുകളാണ് പാരായണം ചെയ്തത്, ചെറിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിച്ചത്. നിസ്കാരം കഴിഞ്ഞപ്പോ ഹുബൈബ് തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സുജൂദിൽ വീഴുകയാ. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണിട്ട് ഹുബൈബ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, എപ്പോ നിസ്കരിക്കുമ്പോഴും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഈ ഹുബൈബ് നിസ്കരിച്ചിരുന്നത്. ഇന്ന് ചെറിയ സൂറത്തുകളാ പാരായണം ചെയ്തത്, ഇന്ന് ചെറിയ സൂറത്തുകളാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കൊതിയില്ലാഞ്ഞിട്ടല്ല. അല്ലാഹുവേ, എന്റെ നമസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്, എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് ഇവര് വിചാരിക്കും തമ്പുരാന്. അതുകൊണ്ടാണ് നിസ്കാരം എളുപ്പത്തിൽ തീർത്തത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. ഹുബൈബ് തങ്ങളെ കയറ്റി നിർത്തി, 2 കാലും കെട്ടി, കൈ 2ഉം കെട്ടി, മുഖം മറയ്ക്കാൻ സമയമായപ്പോ നേതാവ് വിളിച്ചു പറഞ്ഞു, മറക്കല്ലേ, ഹുബൈബിന്റെ മുഖം മറക്കല്ലേ. വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്നിട്ട് ഇവന് മരണവപ്രാളത്തിൽ പിടയുന്നത് മറ്റുള്ള ജനങ്ങൾ കാണട്ടെ, പരസ്യമായിട്ട് വേണം ഇവനെ കൊല്ലാൻ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടി കഴുത്തിലേക്ക് കയറെടുത്തിട്ട് കൊല്ലുന്നതിന് മുമ്പ് അവസാനമായി പിന്നെയും ചോദിക്കുന്നു, ഹുബൈബ്, ചെറിയ പ്രായമാടാ ഹുബൈബ്, അടിച്ചു പൊളിക്കണ്ട പ്രായമാ ഹുബൈബ്, എന്തിനാടാ വെറുതെ ചാകുന്നത്, എന്തിനാ വെറുതെ ചാകുന്നത്? മതം മാറണ്ട, മതം മാറണ്ട. മുഹമ്മദിനെ കുറിച്ച് മോശമായ ഒരു വാക്കു പറഞ്ഞാ മതി, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് നീ പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം ഹുബൈബ്, നിന്നെ ജീവനോടെ വിടാം ഹുബൈബ്. ഹുബൈബ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ പറയൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ പറയൂല. അവസാനം പടച്ചവനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വയ്യഖ്തഉ റിജ്ലി,
പാട്ടുപാടിയടാ ചെറുപ്പക്കാരാ. കഴുത്തിൽ കയറ് മുറുക്കുമ്പോ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, തൂക്കിക്കൊല്ലണോ, വെട്ടിക്കൊല്ലണോ, കത്തിക്കണോ? നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്കൊന്നുമില്ല, നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്കൊന്നുമില്ല, എനിക്ക് ഷഹീദിന്റെ കൂലിയാ. പടച്ചവനെ, ഹുബൈബ് ചിരിച്ചുകൊണ്ട് പറയുമ്പോ ശത്രുക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തെന്നറിയുമോ? അവരെന്ത് ചെയ്തെന്നറിയുമോ? കുന്തമെടുത്തുകൊണ്ട് വന്ന് ഹുബൈബിന്റെ വയറ്റിലും നെഞ്ചിലും കുത്തിയിറക്കി. പടച്ചവനെ, പച്ച ഇറച്ചി വലിച്ചു പറിക്കുകയാ. ഹുബൈബ് ബിൻ അദീ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഹുബൈബ് തങ്ങൾ കരയുകയാണ്. ഹുബൈബ് തങ്ങൾ കരയുകയാണ്. കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് കരയുകയാ. ആ രംഗം കണ്ടിട്ട് ചിരിച്ചടോ. ശത്രുക്കൾ മുഴുവനും ചിരിക്കുകയാണ്, അവരാസ്വദിക്കുകയാണ്, അവരത് കണ്ട് ആനന്ദിക്കുകയാ. കഴുകുമരത്തിൽ കടന്നു മരണവപ്രാളത്തിൽ പിടയുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹു പറഞ്ഞല്ലോ നല്ല മരണം കൊടുക്കുമെന്ന്, നല്ല മരണം കൊടുക്കുമെന്ന്. നിസ്കരിക്കുന്നവൻ അല്ല കൊടുക്കുന്ന മരണം അറിയുമോ ചെറുപ്പക്കാരാ? എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട്, എന്റെ പെങ്ങന്മാരോട് നിസ്കരിക്കുന്ന ഒരു പെണ്ണിന് അല്ല കൊടുക്കുന്ന മരണമാ പറയുന്നത്. കഴുകുമരത്തിൽ കടന്നു മരണവപ്രാളത്തിൽ ഹുബൈബ് കടന്നു പിടയുമ്പോ അള്ളാന്റെ മലക്കുകൾ വരികയാ. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ല തരാമെന്ന് പറഞ്ഞ മരണമിതാടാ മോനെ, അല്ല തരാമെന്ന് പറഞ്ഞ മരണമിതാ പെങ്ങള്. ആകാശലോകത്ത് നിന്ന് 70 മുതൽ 70,000 വരുന്ന മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് മലക്കുകൾ കടന്നു വരികയാണ്. അവിടെന്ന് ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാ കരയുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. കരയല്ലേടാ ഹുബൈബ്, വിഷമിക്കല്ലേടാ ഹുബൈബ്. മലക്കുകൾ പറന്നു കൊടുക്കുകയാ. കഴുകുമരത്തിൽ കടന്ന് മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബിനോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറന്നു കൊടുക്കുകയാ. പറയടാ ഹുബൈബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബ്, പറയടാ ഹുബൈബ്. കഴുകുമരത്തിൽ കടന്നു പിടയുന്ന ഹുബൈബ് പടച്ചവനെ വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിത്തീ വീണതുപോലെ, ഇടിത്തീ വീണതുപോലെ പടച്ചവനെ കണ്ണ് തള്ളിപ്പോയടോ. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നന്മാരുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഹുബൈബ് സകാദത്ത് കരിമ പറയുന്നത് എവിടെ നിന്നാണ്? കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ, കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകൾ പറയുന്നു, ചിരിക്കടാ ഹുബൈബ്. ഇതുവരെ അവര് കളിയാക്കിയില്ല, ഇതുവരെ അവര് കളിയാക്കിയില്ല. ഇനി നീ ചിരിക്കടാ, ഇനി നീ ചിരിക്കടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചിരിക്കുകയാണ്. കഴുകുമരത്തിൽ കിടന്നിട്ട് നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ മരിച്ചു കിടക്കുമ്പോ, എടോ തൂങ്ങി മരിക്കുന്നവന്റെ ജനാസ കാണാൻ പേടിയാണ്, കണ്ണ് തള്ളുമല്ലോ.
വായിലൂടെ പതയും നുരയും ഒലിക്കും, നാക്ക് കടിച്ചു പിടിക്കും, ശരീരം മുഴുവനും കീറി മുറിക്കും, മലമൂത്ര വിസർജനം നടത്തിയിട്ട് മയ്യത്ത് കാണാൻ വരുന്നവനെ ഭയപ്പെടുത്തിയിട്ട് നിൽക്കുന്ന മരണം. എന്നാ ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിലും മരിച്ചു കിടക്കുമ്പോ ഓരോ ശത്രുവും വന്ന് നോക്കുന്നു. അല്ലാ, എന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ. ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട്, ഹുബൈബിന്റെ ചിരി കണ്ട് മുസ്ലിമായവരുണ്ട്. പടച്ചവനെ, ഹുബൈബ് തങ്ങളുടെ തല കഅബാലയത്തിന്റെ നേരെയാ. മരിച്ചു കിടക്കുമ്പോഴും ഹുബൈബിന്റെ തല അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെയാണ്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന വാപ്പാ, പ്രായം ചെന്നിട്ടും രോഗം പിടിച്ചിട്ടും നീ നിസ്കരിക്കാൻ പോകുന്നവനല്ലേ? നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ മക്കള് വേണ്ട, നിന്റെ കൂടപ്പറപ്പ് വേണ്ട, നിന്റെ ഭാര്യ വേണ്ട, ഒരാളുടെയും ആവശ്യം നിനക്കില്ല. പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയോ? പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് നിന്നോട് പറയും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സിറാജ് കയ്യെന്നിട്ട് പറഞ്ഞതല്ല, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയം അള്ളാഹുവിന്റെ മലക്കുകൾ അടുത്തു വരും. പടച്ച റബ്ബിന്റെ മലക്കുകൾ അടുത്തു വന്ന് നിന്നിട്ട് പറഞ്ഞു തരും, എന്തിനാ പേടിക്കുന്നേ, എന്തിനാ വിഷമിക്കുന്നേ, എന്തിനാ നിലവിളിക്കണേ? അല്ല നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നേ? പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടതുഭാഗത്ത് ഇബ്ലീസ് നിൽക്കുന്നുണ്ട്, മരിച്ചുപോയ വാപ്പാടെ രൂപത്തിൽ, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തിൽ. ആ ശപിക്കപ്പെട്ടവൻ വന്ന് നിന്റെ ഈമാൻ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഞങ്ങൾ ആരാ? നിന്റെ കൂട്ടുകാരൻ, നിന്റെ ദുനിയാവിലെയും നിന്റെ ആഖിറത്തിലെയും കൂട്ടുകാരാണ് ഞങ്ങൾ. പറവാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ആ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ആ ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ ഉപ്പ മരിക്കാൻ കിടന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാനുള്ള കാരണം എന്താ? നിന്റെ വാപ്പ ഒരു വഖത്ത് പോലും മുടക്കില്ലായിരുന്നു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് മലക്കുകൾ ഷഹാദത്ത് കലിമ പറഞ്ഞു തരും. 2, നിന്റെ മുഖം പുഞ്ചിരിക്കുന്ന മുഖമായിരിക്കും. നിന്റെ മുഖം കാണുന്ന ഒരാളും നിന്നെ മറക്കൂല. നിങ്ങൾ അലി ഉസ്താദിന്റെ കഥ മാത്രം പറയണ്ട. ഇടോ, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ജനാസ കണ്ടിട്ടുണ്ട്, എന്നാൽ കണ്ട ജനാസ മുഴുവനും ഓർമ്മയില്ല. ചില ജനാസ ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കാരണം അവരുടെ മുഖത്തൊരു പ്രകാശം, അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ.